ക്രിക്കറ്റിൽ ഇന്ത്യൻ ജനതകൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ ആ വിനയം, മാത്രമല്ല ക്രിക്കറ്റിൻ്റെ എല്ലാ സാധ്യതകളെയും അദ്ദേഹം മനസ്സിലാക്കി ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കിടിലം ബാറ്റിംഗ് പെർഫോമൻസ് അദ്ദേഹം കാണിച്ചിരുന്നു. പക്ഷേ ഇതിനൊക്കെ നേരെ എതിരായിരുന്നു എസ് ശ്രീശാന്ത് എന്ന് പറയുന്ന മലയാളി ക്രിക്കറ്റർ. 2013 IPL സീസണിലാണ് ശ്രീശാന്തിൻ്റെ കരിയറിനെ പിടിച്ചുലർത്തുന്ന സംഭവം ഉണ്ടായത്. അന്നത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിരുന്ന ശ്രീശാന്തിനെ ഒത്തുകളി ആരോപണത്തെ തുടർന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. വാതുവെപ്പുകാർക്ക് അനുകൂലമായി ഒരു നിശ്ചിത ഓവറിൽ റൺസ് വഴങ്ങാൻ സമ്മതിച്ചു എന്നതായിരുന്നു ശ്രീശാന്തിനായിട്ടുള്ള പ്രധാന ആരോപണം. ഇതിനായി ഒരു പ്രത്യേക രീതിയിൽ ടവൽ തിരികെ സിഗ്നൽ നൽകിയെന്നും പോലീസ് ആരോപിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് BCCI ശ്രീശാന്തിന് ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. വർഷങ്ങൾക്ക് നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ 2015 തെളിവുകളുടെ അഭാവത്തിൽ ഡൽഹി കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും BCCI വിലക്ക് നീക്കാൻ തയ്യാറായില്ല. ശിക്ഷാ കാലാവധി കുറയ്ക്കാൻ പിന്നീട് സുപ്രീം കോടതി ഇടപെടുകയും ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ആജീവനാന്ത വിലക്ക് 7 വർഷമായി കുറച്ചു. 2020 സെപ്റ്റംബറിൽ ശ്രീശാന്തിൻ്റെ വിലക്ക് അവസാനിച്ചു. പക്ഷേ ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ലെവലിലുള്ള ക്രിക്കറ്റിൻ്റെ സ്റ്റാമിന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ലെവൽ കീപ്പ് ചെയ്യുന്നത് 30-34 വയസ്സ് വരെയൊക്കെ. സച്ചിനായിരുന്നു അത് ഏറ്റവും കൂടുതലായിട്ട് അവർ കൊടുത്തിരുന്നത്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ പോയി എന്ന് തന്നെ പറയാം. അവിടെയാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ച സഞ്ജു സാംസന്റെ കാര്യം. പലപ്പോഴും മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം നേരിട്ട വെല്ലുവിളി, ഒരു മത്സരം മോശമായാൽ ഉടൻ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ സഞ്ജുവിനുണ്ടായിരുന്നു. പകരമുള്ള താരങ്ങൾക്ക് ലഭിച്ച അത്രയും ലോങ് റൺ സഞ്ജുവിന് ലഭിച്ചിട്ടുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. MS ധോണിക്ക് ശേഷം ഋഷഭ്, KL രാഹുൽ, ഇഷാൻ കിഷൻ തുടങ്ങിയ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാൻമാരുടെ ഒരു വലിയ നിര തന്നെ ടീമിലുണ്ടായിരുന്ന സഞ്ജുവിൻ്റെ അവസരങ്ങളെ പ്രധാനമായിട്ടും ബാധിച്ചിരുന്നു. പലപ്പോഴും സ്ഥിരമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ നൽകുന്നതിന് പകരം ടീമിൻ്റെ ആവശ്യാനുസരണം സഞ്ജുവിനെ മാറ്റിക്കൊണ്ടിരുന്നത് സഞ്ജുവിൻ്റെ മികച്ച ഒരു മുന്നേറ്റത്തെ തടയുകയാണ് ചെയ്തത്. എങ്കിലും മാറുന്ന കാലം മഴ മാറി തെളിഞ്ഞ വെയിൽ വരുന്നത് പോലെ സമീപത്തിലെ പ്രകടമായ സഞ്ജുവിൻ്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നതിലൂടെ തൻ്റെ പക്വതയായ ഗെയിം പ്ലാനിങ് അദ്ദേഹം ക്യാപ്റ്റൻസിയിലൂടെ തെളിയിച്ചു. ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ തുടർച്ചയായ സെഞ്ചുറികൾ നേടിയതോടെ താനൊരു ലോകോത്തര താരമാണെന്നും സഞ്ജു ഉറപ്പിച്ചു പറഞ്ഞു. ഗൗതം ഗംഭീർ പരിശീലനമായി വന്നതോടെ സഞ്ജുവിന് കൂടുതൽ വ്യക്തമായ റോളുകൾ ടീമിൽ ലഭിക്കുകയും ചെയ്തു. ഒരു മലയാള താരം എന്നതിലുപരി ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് ഇന്നും ലോകമെമ്പാടും ആരാധകരുണ്ട്. വൈകിയാണെങ്കിലും ആ പ്രതിഭ അർഹിക്കുന്ന അംഗീകാരം ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ എത്രത്തോളം പുറകോട്ടടിക്കുന്നവരും നിശ്ചിതമായിട്ട്